ഹലോ ഗൈസ്, എല്ലാവർക്കും കുറേ കാലത്തിന് ശേഷം ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ കിട്ടിയപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് തുഷാരഗിരിക്കാണ്. കാടിനുള്ളിൽ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ അട്രാക്ഷൻ. ആക്ച്വലി ഇത് സമ്മറാണ്, കാര്യമായിട്ട് വെള്ളച്ചാട്ടമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ എത്തിയപാടെ നല്ലൊരു മഴ പെയ്തു ഗൈസ്. ഭാഗ്യത്തിന് കയ്യിൽ കുടയുണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നടന്നു. ഈ തൂക്കുപാലം കടന്നു വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ. ആക്ച്വലി ഇവിടെ 3 വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അതിലൊന്നിൽ മാത്രമാണ് ഞങ്ങളിന്ന് പോകുന്നത്. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരത്തെ നടത്തത്തിന് ശേഷം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇതാണോടാ വെള്ളച്ചാട്ടം എന്ന് ചോദിക്കരുതേ. എന്താണേലും ഇത്രയും നടന്നെത്തിയതല്ലേ എന്ന് കരുതി കുറച്ചേരം തണുത്ത വെള്ളത്തിൻ്റെ അടിയിൽ പോയി കുറച്ചേരം ഇങ്ങനെ വൈബടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു. അടുത്ത് ഞങ്ങൾ പോകുന്നത് താനിമുത്തശ്ശി എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ അടുത്തേക്കാണ്. ഏകദേശം 400 വർഷത്തെ പഴക്കമുണ്ട് ഈ മരത്തിന്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പുട്ടുംകുറ്റി പോലെയാണ്. ഇതിൻ്റെ അടിയിൽ നിന്നാൽ നേരെ ആകാശം കാണാൻ പറ്റും. ഏകദേശം ഒരു 4 ആൾക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റും കേട്ടോ, അത്രയും വലിപ്പമുണ്ടേ. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് ഈ പ്രദേശത്തുള്ള ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു 6 മണിയാകുമ്പോൾ നമ്മളിവിടുന്ന് ഇറക്കി വിടും കേട്ടോ. 6 മണി വരെ ഇവിടെ നിൽക്കാൻ നമുക്ക് പെർമിഷനുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് അടുത്ത് തന്നെയുള്ള തുഷാരഗിരി ആർച്ച് ബ്രിഡ്ജിലേക്കാണ്. ഒരു വയനാട് പോയ ഫീലുണ്ട് ഇവിടുന്ന് ദൂരേക്ക് നോക്കാൻ. എന്താണേലും ഒരു ചൂട് കട്ടൻ ചായ കൂടെ കിട്ടിയിരുന്നെങ്കിൽ സംഗതി കളറായേനെ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു അടിപൊളി ഒരു മച്ചാൻ വന്നു. അവനെ കണ്ടപാടെ പിന്നെ തലങ്ങും പിറങ്ങും ഫോട്ടോ എടുപ്പായി. ഓക്കെ ഗൈസ്, അപ്പം ബൈ.